എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു ഫ്രഞ്ച് ടോസ്റ്റ് അല്ലെങ്കിൽ ബ്രെഡ് പൊരിച്ചതിൻ്റെ റെസിപ്പി നോക്കാം. സാധാരണ നമ്മൾ ബ്രെഡ് പൊരിക്കുമ്പോൾ ചെയ്യുന്നതിനെക്കാട്ടിലും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഇത് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഒക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ 2 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ 4 ബ്രെഡ് വേണ്ടിയിട്ടുള്ള അളവാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1-2 ടേബിൾ സ്പൂൺ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1-2 വാനില എസൻസ് ചേർക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ വാനില ഇല്ല എന്നുണ്ടെങ്കിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. ഇതിലേക്ക് ഇനി നമ്മളൊരു 3 ടേബിൾ സ്പൂൺ പാലാണ് ചേർക്കുന്നത്. പച്ചപ്പാലോ തിളപ്പിച്ച പാലോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് പട്ട പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. സിനമൺ പൗഡർ എന്ന് പറയും. അപ്പോൾ ഇത് കുറച്ച് ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്. ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. കൈവച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. പക്ഷേ ഞാൻ എടുക്കുന്ന ബ്രെഡിന് അത്യാവശ്യം ചെറിയ ഉപ്പും കൂടി ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിനി ഇത് എങ്ങനെയാണ് ടോസ്റ്റ് ചെയ്തെടുക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മളിവിടെ 4 ബ്രെഡ് സ്ലൈസസ് എടുത്തിട്ടുണ്ട്. ഇത് ഗോതമ്പ് വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെയാണ്. വൈറ്റ് ബ്രെഡോ ഗോതമ്പ് ബ്രെഡോ നിങ്ങൾക്ക് എടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ് ചീസ്. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ ചെഡാർ ചീസാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഏത് ചീസ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് എടുക്കാവുന്നതാണ്. ഇനി സ്ലൈസ് തന്നെ വേണമെന്നില്ല, മോസറല്ല ഗ്രേറ്റ് ചെയ്തതായാലും മതിയാകും. അപ്പോൾ നമ്മൾ സ്ലൈസ് ആണെങ്കിൽ വളരെ ഈസിയാണ് ഇതുപോലെ വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഒരു സ്ലൈസ് വെച്ച് കൊടുക്കുക. അതിന് ശേഷം മറ്റൊരു ബ്രെഡ് എടുത്ത് അതൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്കിത് ഇങ്ങനെ പൊരിച്ചെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ അവർക്ക് നല്ല ഇഷ്ടമാകും. അപ്പോൾ ഇത് ഞാൻ 4ആയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. 4ആയിട്ടോ 2ആയിട്ടോ ഒക്കെ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മുട്ടയുടെ കൂട്ടിൽ ഇതൊന്ന് മുക്കിയിട്ട് നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ഒരു പാൻ ചൂടായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് ബട്ടർ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് നമ്മൾ ഈ ബ്രെഡ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നമുക്കിത് പൊരിച്ചെടുക്കാം. തീ മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയി കിട്ടും. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ എല്ലാം ഇതുപോലെ നമ്മൾ ഈ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു 4 മുട്ട വെച്ചിട്ട് 4 ബ്രെഡിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പാലൊഴിച്ചിട്ട് ഇത് ഡൈലൂട്ട് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഞാനിവിടെ 4 സ്ലൈസിന് വേണ്ടിയിട്ടാണ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് 3 ടേബിൾ സ്പൂൺ പാൽ മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഒരു സൈഡ് ഒന്ന് മുരിഞ്ഞ് വന്നാൽ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ബ്രെഡ് പൊരിഞ്ഞ് കിട്ടുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിലിരിക്കുന്ന ചീസൊക്കെ നന്നായിട്ട് മെൽറ്റാകും. അപ്പോൾ ഇത് കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് സെർവ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ബ്രെഡ് പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സ്പെഷ്യൽ ബ്രെഡ് പൊരിച്ചാണ്. അപ്പോൾ നമ്മൾ സാധാരണ ബ്രെഡ് പൊരിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു തവണ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ മക്കൾക്കും വലിയവർക്കും എല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്